Hello everyone, welcome to ACE. ഇപ്പോൾ HSAയുടെ നാച്ചുറൽ സയൻസിൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി അടുത്തത് എന്താണ് എന്നുള്ളൊരു ഡൗട്ടിലല്ലേ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരള PSC HSST സുവോളജിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് പുറത്തുവിടാൻ പോവുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴത്തേക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വരും. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരു പുതിയൊരു എക്സാം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ തന്നു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ചെറിയൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ, നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു സെഷൻ എടുക്കുന്നത്. അപ്പോൾ നോക്കി, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഇത്രയും ഡൗട്ട്സ് ആണ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരിക അല്ലേ? ഫസ്റ്റ് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സാമിൻ്റെ പാറ്റേൺ, എങ്ങനെ എക്സാം നടക്കും, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെഫറൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ ഫോളോ ചെയ്യണം, എന്തൊക്കെ സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂട്ടാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവുക. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളത് നോക്കാം. കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ അധികവും ഈ ഒരു ഡിസംബറോട് കൂടി 2025 ഡിസംബറോട് കൂടിയാണ് വരാനുള്ള സാധ്യത. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അല്ലെങ്കിൽ 26 ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് അധികവും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഔട്ടാവും. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാലം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠനം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ലാസ്റ്റ് PSC എക്സാം അല്ലെങ്കിൽ HSST എക്സാം വന്നിട്ടുള്ളത് 2021 അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് 2026 ആകുമ്പോഴത്തേക്കും നമുക്കത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എക്സാം കണ്ടക്ട് ചെയ്ത് ആ പ്രോസസ്സുകളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ 26 ആകുമ്പോഴേക്കും നമുക്ക് പുതിയ ലിസ്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള ഈ ഒരു കാലത്ത് എപ്പോൾ വേണമെങ്കിലും കേരള PSC HSST സുവോളജി നോട്ടിഫിക്കേഷൻസ് പുറത്തേക്ക് വിടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആർക്കൊക്കെ എക്സാം എഴുതാം, എപ്പോഴാണ് എക്സാം വരാൻ സാധ്യത എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കിയേ, നിങ്ങളൊരു സുവോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സെറ്റും BEdും എന്നീ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായ എക്സാം തന്നെയാണ് HSST സുവോളജി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളിപ്പോൾ HSA പഠിച്ചപ്പം നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതായത് സുവോളജിയും ബോട്ടണിയും നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ HSSTയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്പെസിഫിക് ആണ് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അതായത് നമ്മൾ ഡിഗ്രിയും PGയും ഏതാണോ പഠിച്ചത് ആ ഒരു ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് HSSTയുടെ സുവോളജി എക്സാം. അടുത്ത ഒരു കേസാണ് എപ്പോഴാണ് എക്സാം വരിക. നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പ് വന്നതിന് ശേഷം ഒരു 6 മാസം ആണ് ഏകദേശം സമയം എന്ന് പറയുന്നത്. ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എത്ര മാർക്കാണെന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ? 100 ക്വസ്റ്റ്യൻസും 100 മാർക്കുമാണ് വരുന്നത്. അതിൽ 70 മാർക്കും നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്നാണ് വരിക. ബാക്കി 30 മാർക്ക് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മാർക്കാണ്. ഓക്കെ, ഇനി അതിൽ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രത്യേകത ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. നാച്ചുറൽ സയൻസ് HSA എഴുതിയ സമയത്ത് നമുക്ക് മലയാളം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? പുതിയ ടേംസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പ്രസ്താവനകൾ വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിഷയം ഈ ഒരു കേസിൽ നമുക്ക് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ പഠിച്ച ടേംസും പഠിച്ച പാറ്റേണും ലാംഗ്വേജും ഒക്കെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ കണ്ടൻറ്റ് ആവശ്യമാണ്, ടോപ്പിക് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റെഫർ ചെയ്യേണ്ടത് PG ലെവലായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതായത് നെറ്റിൻ്റെയും PGയുടെയും ഗേറ്റിൻ്റെയും ലെവലിലുള്ള ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും തന്നെ റെഫർ ചെയ്ത് വേണം നമുക്ക് പഠിക്കാൻ. അപ്പോൾ എയ്സിലെ സ്റ്റുഡൻസിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HSA എയ്സിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും HSST സുവോളജി എക്സാമിനേഷൻ. ബിക്കോസ് നമ്മൾ HSAക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അല്ലെങ്കിൽ റെഫറൻസസും എല്ലാം PG ലെവൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എയ്സിലെ സ്റ്റുഡൻസിന് ജസ്റ്റ് ഒരു ബ്രഷപ്പ് ചെയ്യുന്ന ആവശ്യം മാത്രം, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് പൊടിയട്ടി എടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യം കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്.
HSCക്കും അതുപോലെ തന്നെയായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചത്. അതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കണ്ടന്റ് ലേണിങ്ങും പ്രാക്ടീസിങ്ങും ആവശ്യമാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് HSST എക്സാംസിനും പ്രതീക്ഷിക്കാം. ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. ഓക്കെ, ടോട്ടലി നമുക്ക് 100 മാർക്സ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 0.33 മാർക്സ് വീതം നമുക്ക് നെഗറ്റീവ് വരാനുള്ള സാധ്യത HSST എക്സാമിനുണ്ട്. ഓക്കെ, അപ്പം ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനെ പറ്റിയിട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 38.67 ആയിരുന്നു. അത്യാവശ്യം ടഫായിരുന്ന ഒരു എക്സാം ആയിരുന്നു. പക്ഷേ ഈ കട്ട് ഓഫ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര ആൾ എക്സാം എഴുതുന്നു, എക്സാം എത്രത്തോളം ഈസി ആയിരുന്നു, നമ്മുടെ പോസ്റ്റ് എത്രയുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്രാവശ്യവും കട്ട് ഓഫ് ചേഞ്ച് ആവും. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്ര മാർക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ കട്ട് ഓഫിൻ്റെ അത്ര മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല, ഉയർന്ന മാർക്ക് വാങ്ങിച്ച് നല്ല റാങ്ക് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്മളെ കയ്യിൽ കിട്ടാനുള്ള ചാൻസ് കൂടുന്നുള്ളൂ. സോ കട്ട് ഓഫ് എത്രയെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താണ്? റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതാണെങ്കിൽ നമുക്കറിയേണ്ട സാധനം സിലബസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സിലബസ് കറക്റ്റായി ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ, പ്രോപ്പറായ പ്രാക്ടീസും കറക്റ്റായിട്ടുള്ള മെൻറ്ററിങ്ങും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാവുന്നതേ ഉള്ളൂ. നോക്കൂ, സിലബസ് എന്ന് പറയുന്നത് 4 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യവും അതുതന്നെയാണ്, സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് 4 പാർട്ടായിട്ടാണ് സിലബസ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ കേസിൽ സുവോളജിയാണ് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ വരുന്ന ഭാഗമാണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ഭരണഘടന, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ലീഡേഴ്സ്, കുറേ പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. ദെൻ നാലാമത്തെ പാർട്ട് ജനറൽ നോളജും കറൻറ്റ് അഫയേഴ്സും. നമ്മളെ കറൻറ്റ് അഫയേഴ്സ്, ജനറൽ നോളജ്, സുവോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് ഫോർത്ത് പാർട്ടിൽ വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി, 70 മാർക്കും ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് വരുന്നത്. ബാക്കി 10 മാർക്ക് വീതമാണ് ബാക്കിയുള്ള ഓരോ പാർട്ടിൽ നിന്നും വരിക. അപ്പോൾ എന്തായാലും ഓരോ പാർട്ടും നമ്മൾ പഠിച്ചു പോവുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ ഇതിന്ന് വരാൻ ചാൻസ് ഇല്ല, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ അങ്ങനെയില്ല. 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് റാങ്കിൽ മുന്നോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 4ാമത്തെ പാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പാർട്ടും പഠിച്ചു പോയെങ്കിൽ മാത്രമേ, അതിലുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉയർന്ന റാങ്കിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കോർ സബ്ജക്റ്റിൽ 70 മാർക്കിനാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 70 മാർക്കിന് അതൊന്ന് വരും എന്ന് പറഞ്ഞാൽ 70 മാർക്കിന് അതിൽ നിന്ന് വന്നിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 7 മൊഡ്യൂൾസ് ആണുള്ളത്. ടോട്ടലി നമുക്ക് 7 മൊഡ്യൂളുകളുണ്ട്. ഈ 7 മൊഡ്യൂളിൽ നിന്നും 10 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോന്നിൽ നിന്നും 10 ഈച്ചാണ്. ഓരോന്നിൽ നിന്നും 10 മാർക്ക് വീതം വരും. ഇപ്പോൾ HSAക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. HSAക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ടോട്ടൽ 80 മാർക്കായിരുന്നു അല്ലേ നമുക്ക് സബ്ജക്റ്റിന് ഉണ്ടായിരുന്നത്. ആ 80 മാർക്കിന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അറിയാം. നമുക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോട്ടണിയിലെ ചില കാര്യങ്ങൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കഷൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ HSSTയുടെ കേസ് അങ്ങനെയല്ല. HSSTയിൽ 7 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂള്, കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. എല്ലാ മൊഡ്യൂളും ഈക്വലാണ്. ഓക്കെ, എല്ലാ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാം പഠിച്ചു വെക്കാം. ഇത് പഠിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, HSA പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബേസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആദ്യം നിങ്ങൾക്ക് പഠിക്കാം, അതിനുശേഷം ബാക്കിയുള്ള സബ്ജക്റ്റ്. അതായത് നമുക്ക് അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് അറിയുന്ന ടോപ്പിക്സൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഇന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇനി നേരെ തിരിച്ചുള്ള സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. അതായത് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാൻ ശ്രമിക്കാം.
അപ്പോൾ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവും, ഓക്കെ അറിയാത്തതൊക്കെ ഞാൻ പഠിച്ചു, ബാക്കിയുള്ളത് ഇനി എക്സാമിൻ്റെ സമയത്തായാലും എനിക്ക് പഠിച്ചെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കി നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. HSAക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ലെവൽ 1 കൂട്ടി പഠിക്കണം എന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് സിസ്റ്റമാറ്റിക്സും എവല്യൂഷനും വരുന്ന ഭാഗമാണ്, എവല്യൂഷണറി ബയോളജി. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഫിസിയോളജിയും ബയോ കെമിസ്ട്രിയാണ്. തേർഡ് മൊഡ്യൂളിൽ മോളിക്കുലാർ ബയോളജിയും സെൽ ബയോളജിയും ബയോടെക്നോളജി പോലെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് ജനറ്റിക്സ്, ഡെവലപ്മെൻറ്റൽ ബയോളജി അതായത് DB എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്. സിക്സ്ത് മൊഡ്യൂളിൽ എക്കോളജി, എത്തോളജി, ബയോഡൈവേഴ്സിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ഭാഗങ്ങളാണ്. ലാസ്റ്റ് സെവൻത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ സുവോളജിയിൽ വന്നിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സ്, പിന്നെ അതുപോലെ കറൻറ്റ് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലാണ്. അപ്പോൾ നോക്കിയേ, ഈ 7 മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വീതം എല്ലാത്തുനിന്നും വരുമ്പോഴാണ് നമുക്ക് 70 മാർക്ക് വരിക. ഇനി സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളതെല്ലാം വ്യക്തമായി പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മുടെ സിലബസിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ല, അതുവരെയുള്ള കാര്യങ്ങളെ നമുക്ക് പഠിക്കേണ്ടുള്ളൂ. അതായത് മോളിക്കുലർ ബയോളജിയിൽ ഇപ്പോൾ ട്രാൻസ്ലേഷൻ പഠിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കറക്റ്റായി സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാക്സിമം ലെവൽ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്കുള്ള ഡൗട്ടാണ്, അപ്പോൾ ഇത്രയും സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, 7 മൊഡ്യൂളുണ്ട്, സുവോളജിയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ഡൗട്ടാണ് റെഫറൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളത്. നമുക്ക് ഒരു സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാമും നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലിപ്പോൾ സുവോളജിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല പേരിലുള്ള ബുക്കുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടി നമുക്ക് ഇരുന്ന് വായിച്ച് നോക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. അപ്പോൾ കറക്റ്റായി നല്ല വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ റെഡിയാക്കി വെച്ചുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എയ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് PG ലെവൽ അല്ലെങ്കിൽ നെറ്റ് ലെവൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മൊഡ്യൂൾ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ മെറ്റീരിയലിലും കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പല പോർഷൻസ് നമ്മൾ കണ്ടു അല്ലേ. ഇപ്പോൾ സെൽ ബയോളജി ആണെന്നുണ്ടെങ്കിൽ കാർപ്പ് പോലെയുള്ള പുസ്തകങ്ങൾ, ഇമ്മ്യൂണോളജി ആണെങ്കിൽ ക്യൂബേ പോലെയുള്ള പുസ്തകങ്ങൾ, ബയോ കെമിസ്ട്രിക്ക് ലെനിഞ്ചർ, എക്കോളജിക്ക് പീറ്റർ സ്റ്റില്ലിംഗ്, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിളാണ്. അപ്പോൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഉള്ള കാര്യങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കാണാതെ പഠിച്ചു പോയ ഒരാൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഫസ്റ്റ് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ നമ്മൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോണിൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നതിനേക്കാളും എത്രയോ ഈസിയാണ്. ഒരു 4-5 പേജ് വരും, എന്നാലും അത് 2 സൈഡായിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കുക. കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം പ്രോപ്പറായ ഒരു ടൈം ടേബിൾ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എപ്പോൾ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, രാവിലെ പഠിക്കണോ വൈകുന്നേരം പഠിക്കണോ, അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം വരെ പഠിക്കാനുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളത് സെറ്റ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം മുന്നേ എങ്കിലും, എക്സാമിൻ്റെ ഒരു 2 മാസം മുന്നേ എങ്കിലും നമ്മുടെ പഠനം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടാണ്. ബാക്കിയുള്ള സമയം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കറക്റ്റായിട്ട് മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ മുന്നേ നമ്മുടെ പഠനം കഴിഞ്ഞ് റിവൈസ് ചെയ്യണം. പിന്നെ ഓരോ പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർസ് എന്തെങ്കിലും ആ ഒരു ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അടുത്തത് അഡ്വാൻസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്.
അഡ്വാൻസ് സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ലൈവായിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മെറ്റീരിയൽസും എല്ലാം നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അടുത്തതാണ് പ്രോപ്പർ റിവിഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, കറക്റ്റായിട്ട് നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുന്നേ തലേ ദിവസമോ അതിൻ്റെ മുന്നെയോ പഠിച്ച ടോപ്പിക്സ് റിവൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് കാര്യങ്ങൾ ഓർത്തെടുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ PSCയുടെ തന്നെ നമ്മുടെ HSSTയുടെയും HSAയുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, VHSC എക്സാമിനേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, കൂടാതെ സെറ്റ്, നെറ്റ്, നീറ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ബയോളജി പാർട്ട്, അതിൽ നെറ്റിൽ നമുക്ക് B പാർട്ട് ഉണ്ട്, അതായത് സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം. C പാർട്ടിൽ ആപ്ലിക്കേഷൻ ലെവൽ, അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നെറ്റിൻ്റെ പാർട്ട് B എന്ന് പറയുന്നതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, PSC എക്സാമിനേഷൻസിനും വരാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നത്. സോ എയ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ മെൻറ്ററിങ്ങും ലൈവ് ആൻഡ് റെക്കോർഡഡ് വേർഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ, മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ HSSTയുടെ സുവോളജി ബാച്ച് നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ജോയിൻ ചെയ്യാം.